يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഒരു പ്രത്യേക രൂപത്തിലുള്ള പ്രവാചക സ്നേഹത്തിന്റെ അലയൊലികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവന് മുഅ്മിനായി നിലനിൽക്കാൻ സാധിക്കില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്രത്തോളം ആ സ്നേഹത്തിന്റെ ആധിക്യമുണ്ടാകണം, അത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടവനെന്നാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെക്കാളും നമ്മൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം എന്നർത്ഥം. മനുഷ്യന് ഇഷ്ടമുള്ള ധാരാളം കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിട്ടാണ് അതിനേക്കാൾ എല്ലാം ഉപരി അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക അള്ളാഹുവിന്റെ ശിക്ഷ കടന്നു വരുന്നതിനെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്.
മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും അല്ല, ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യന് ഈമാനുണ്ട് എന്ന് അവകാശപ്പെടണമെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ സൃഷ്ടികളിൽ വെച്ച് ഇഷ്ടപ്പെടേണ്ടത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ് എന്നാണ് അർത്ഥം. ഇനി എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടേണ്ടത്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്ത് ആരാണോ ഇഷ്ടപ്പെട്ടത് അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നാഹ്, ആ നിലയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടവൻ ആരോ അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ച ആളുകൾ ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാവരും എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും, വിസമ്മതിച്ചവർ ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയാത്ത വിസമ്മതിച്ച ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി വമൻ അതാഅനി, എന്നെ ആരാണോ അനുസരിച്ചത് അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അസാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവനാരോ അവനാണ് വിസമ്മതിച്ചവൻ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിസമ്മതിച്ചവനാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കിടക്കപ്പായി എണീറ്റാൽ എങ്ങനെ എണീക്കേണ്ടത്, എന്താ ചൊല്ലേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. നമ്മൾ ടോയ്ലറ്റിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ പുറത്തിറങ്ങണം, എന്ത് പ്രാർത്ഥിക്കണം, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും പ്രവാചക അധ്യാപനമുണ്ട്. എവിടെ ഇല്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളില്ലാത്ത ഒരു സ്ഥലവുമില്ല. നമ്മുടെ ശരീരത്തിൽ വളരുന്ന രോമം എവിടെയെല്ലാമാണ് വടിച്ചു കളയേണ്ടത്, എവിടെയെല്ലാമാണ് വെട്ടിക്കളയേണ്ടത്, എവിടെയെല്ലാമാണ് നിലനിർത്തേണ്ടത് എന്ന് പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? സ്വന്തം ഇഷ്ടപ്രകാരമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിൽ തോന്നിയതാണോ ദീനായി പഠിപ്പിച്ചത്? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ന് വെച്ചാൽ അല്ലാഹു നൽകുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുമ്പോൾ ആ പ്രവാചകനെ പിൻപറ്റണം. അങ്ങനെ പ്രവാചകനെ നമ്മൾ പിൻപറ്റുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരായി. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറവരോട്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നമ്മളൊക്കെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാണല്ലോ വെപ്പ്, അല്ലേ? അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം. കണ്ടോ, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനായ ഒരു മനുഷ്യനാണെങ്കിൽ, അള്ളാഹിനെ ഇഷ്ടപ്പെടാത്ത പിന്നെ മുഅ്മിനാകണം എങ്ങനെ? അള്ളാഹിനെ ഇഷ്ടപ്പെടുക, അല്ലേ? ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅമുൽ ഈമാൻ, ഈമാനിന്റെ രുചി ആസ്വദിച്ച ആളുകളുണ്ട്. ആളുകൾ ആരറിയോ? എല്ലാത്തിനേക്കാളും അള്ളാഹിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന ജീവിത രീതി, വിശ്വാസം എന്താണ്? ഫത്തബിഊനി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ അതേ ഉണ്ടാകുക, അതാ ഉണ്ടാകുക, അല്ല നമുക്ക് തോന്നിയതല്ല. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. ഖുർആൻ പഠിപ്പിക്കുക.
അപ്പൊ ഒരു ഭാഗത്ത് എന്താ അറിയോ, ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്ന് കേട്ടാൽ തന്നെ അതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു സമൂഹം, മറുഭാഗത്ത് പ്രവാചക സ്നേഹം എന്ന പേരിൽ അതിര് കവിഞ്ഞ് പല ആഘോഷങ്ങളും നടത്തുന്ന ആളുകൾ. ഇത് രണ്ടുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചുവോ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ, ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്തൊന്നാണോ മതമായി കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കണം. എല്ലാ രംഗത്തുണ്ടത്. വസ്ത്രം ഒരു പുരുഷൻ എത്രയേക അല്ലെ, എത്ര നിസാരമായിട്ട് നമുക്ക് തോന്നാം. ഒരു പുരുഷൻ എത്രത്തോളം വസ്ത്രം ധരിക്കാം, ഒരു സ്ത്രീ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഒരു വീട്ടിൽ എങ്ങനെ കല്യാണം ഉണ്ടാകേണ്ടത്, അവിടെയുണ്ട് ഇസ്ലാമേ. ഇത് അവിടെ ഒന്നും ഇസ്ലാം ഉണ്ടാവില്ല, അവിടെ ഒന്നും ദീനില്ല, അവിടെ ഒന്നും പ്രവാചകചര്യല്ല, അതിൽ സംഘടനാ ഭേദമൊന്നുമില്ല, മുജാഹിദ് സുന്നൊന്നുമില്ല അല്ലേ. ഇസ്ലാം വിരോധിച്ച എല്ലാം കല്യാണ വീട്ടിലുണ്ടാവും. നിങ്ങളും പ്രവാചക സ്നേഹി, ആകെ ഓന്റെ അടുത്തുള്ള എന്താ, നബിദിനാഘോഷത്തെ എതിർക്കല. അതാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. കല്യാണ വീട്ടിലുണ്ട്, നമ്മളെ വീട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ എന്തൊക്കെയാണ്, മതപരമായ ആചാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ലേ? എന്തെല്ലാം ആഘോഷിക്കണം അല്ല, ഇസ്ലാമിന്റെ വേഷം ധരിക്കാനും ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ നടത്താനും താല്പര്യമില്ല. മറ്റു ഇതര ആഘോഷങ്ങൾക്ക് എന്ത് താല്പര്യം അറിയോ? അതിന് അവനവന്റെ മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും അല്ലേ. ആ വേഷം ധരിക്കാൻ ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത രൂപത്തിലുള്ള ആഘോഷങ്ങളുടെ ആളുകളായി, അതിന്റെ മുന്നണി പോരാളികളായി നടക്കാന് നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളുണ്ട്, നമ്മളെ കുട്ടികളുണ്ട്, നമ്മളെ വീട്ടിലുള്ള ആളുകളുണ്ട്. ഇസ്ലാമിക വേഷം ധരിക്കണം എന്ന് പറഞ്ഞാലോ അതിന് താല്പര്യമില്ല. മറ്റു മതങ്ങളോടും മറ്റു മതവിശ്വാസങ്ങളോടും മറ്റു മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളോടും അതിനോടാ താല്പര്യം. അവരും പ്രവാചക സ്നേഹിയല്ല. അതാ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണോ മതമായി കൊണ്ടുവന്നത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ, ആ പ്രവാചകൻ നിങ്ങളോട് എന്തൊന്നാണോ വിരോധിച്ചത് അതിനെ നിങ്ങൾ ഒഴിവാക്കണം. കണ്ടോ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ സ്നേഹിക്കാൻ കഴിയണം. അപ്പോഴാണ് ഒരാൾ പരിപൂർണ വിശ്വാസിയാകുക. അല്ലാതെ നബിദിനാഘോഷത്തെ എതിർത്തോനൊക്കെ നബി പ്രവാചക സ്നേഹി അങ്ങനെ ഒരു രീതിയൊന്നുമില്ല. സുഹൃത്തുക്കളെ, ഇനിയാണ് മറ്റൊന്ന് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് വലിയ താല്പര്യമില്ല. അതൊക്കെ നമ്മളെ ബുദ്ധി, നമ്മുടെ യുക്തി, നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് അല്ലേ. അങ്ങനെയൊന്നും അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ അന്നാണ് പറഞ്ഞത്, 1500 കൊല്ലം പറഞ്ഞല്ലേ, എന്തിനപ്പ അത്. അങ്ങനെ ചില ആൾക്കാർ അല്ലേ, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കൊക്കെ യോജിച്ചാലേ ദീനെടുക്കുള്ളൂ. അങ്ങനെ ഉണ്ടോ പ്രിയമുള്ളവരെ? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്ലാം ബുദ്ധിയായിരുന്നുവെങ്കിൽ, ഇസ്ലാം ബുദ്ധിയായിരുന്നുവെങ്കിൽ, നമ്മുടെ ബുദ്ധിക്ക് തോന്നിയതാ ദീനെങ്കിൽ ഖുഫയുടെ അടിയിൽ തടവാനായിരുന്നു പറയേണ്ടിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒളു എടുത്ത് ഷൂസോ സോക്സോ ധരിച്ചാല് പിന്നെ ഒളു എടുക്കുമ്പോൾ അത് ഊരിയിട്ട് കഴുകേണ്ടതില്ല, അതിന്റെ മുകളിലാണ് തടവേണ്ടത്. നമ്മുടെ ബുദ്ധി എന്താ പറയണത്, നടക്കുമ്പോ ചെളിയാകെ എവിടെ, ഷൂസിന്റെ അടിയിലാണ്, അപ്പൊ അടിയല്ലേ തടവേണ്ടത്. എന്നാ ഇസ്ലാം പഠിപ്പിച്ചത് മുകളിൽ തടവണമെന്ന. ഈ ഹദീസ് പറഞ്ഞിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്ലാം ബുദ്ധിയായിരുന്നുവെങ്കിൽ ഖുഫയുടെ അടിയിൽ തടവാനായിരുന്നു പറയേണ്ടിയിരുന്നത്. സുഹൃത്തുക്കളെ, ഇസ്ലാം ആയി കഴിഞ്ഞാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? സുഹൃത്തുക്കളെ, അതാണ് ദീൻ, അതാണ് വിശ്വസിക്കുക. സമിഅനാ വ അതഅനാ, ആ രീതിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മറ്റൊന്നെന്താ, നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ദിവസം എടുത്ത് ഇസ്ലാം പഠിപ്പിക്കാത്ത, ലോകത്ത് ഏറ്റവും ഉത്തമനായ ആളുകളൊന്നും കാണിക്കാത്ത ഒരു പ്രവാചക സ്നേഹത്തിന്റെ രൂപം പറഞ്ഞുകൊണ്ടുവന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച ആളുകൾ ആരാണ്? ആരാ സുഹൃത്തുക്കളെ? സഹാബത്താണ്. ഒരു സംശയവുമില്ല. ഏതൊരായത്തിറങ്ങിയോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതിക്കൊടുക്കും, അവരതാണ് പഠിക്കും, അവരുടെ ജീവിതത്തിൽ പകർത്തും. അങ്ങനെയാണ്. അല്ല, നമ്മൾ ആയത്ത് കേൾക്കും, ഒരു 10 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമോ നോക്കും, എന്നിട്ടൊക്കെ പകർത്താ. അങ്ങനെയല്ല, 10 ആയത്തിറങ്ങിയാൽ അത് സഹാബത്തരുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നു എന്നാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ജീവനേക്കാൾ ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ്. കറിയിലെ ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭം, ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കിയ വാരിക്കൊടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു. അവിടുത്തെ മുൻപല്ല് പൊട്ടി, ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി.
ത്വൽഹാ റളിയല്ലാഹു അൻഹു ആ വാരിക്കുഴിയിലേക്ക് എടുത്തു ചാടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇർകബ് യാ റസൂലല്ലാഹ്, എന്റെ ചുമലിൽ ചവിട്ടിയിട്ട് രക്ഷപ്പെടും നബിയെ, കാരണം ശത്രുക്കള് അതിശക്തമായി കൊണ്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കയറി ആ കുഴിക്ക് പുറത്തു വന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്ക് 4 ഭാഗത്തും ശത്രുക്കൾ വളയാണ്, വാളുകളും കുന്തങ്ങളുമായി കൊണ്ട്. ഇത് കണ്ട ത്വൽഹാ റളിയല്ലാഹു അൻഹു സകല ജീവനെടുത്ത് ശക്തിയെടുത്ത് ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ചു. ശത്രുക്കൾ അവരുടെ വാള് കൊണ്ട് വെട്ടുന്ന വെട്ടുകളും കുന്തങ്ങൾ കൊണ്ട് കുത്തുന്ന കുത്തുകളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി 80-ലധികം മുറിവുകളുമായി കൊണ്ടാണ് ആ യുദ്ധക്കളത്തിൽ നിന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരപ്പെട്ടത്. പ്രവാചക സ്നേഹിയല്ലാത്തോണ്ട ഇങ്ങനെ ഓരോ സഹാബിമാരുടെ ചരിത്രം എടുത്ത് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോകുമ്പോൾ എവിടെ ഇരുന്നത്, അവിടെ ഇരുന്ന സഹാബി ഉണ്ടായിട്ടുണ്ട്. എവിടെ മൂത്രയിച്ചു, അവിടെ മൂത്രയിച്ചു. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരുണ്ടായിട്ടുണ്ട്, അല്ലേ സുഹൃത്തുക്കൾ? ഇവരാരും റബീഉൽ അവ്വൽ 12 കണ്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട സുഹൃത്തുക്കളെ റബീഉൽ അവ്വൽ മാസത്തിലാണോ? ഒരു മനുഷ്യന്റെ ജീവവായു അവൻ ശ്വസിക്കുന്നത് മുതൽ അവന്റെ ശ്വാസം നിലക്കുന്നത് വരെ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അതെങ്ങനെയാണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് സ്നേഹിക്കണം എന്ന് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അല്ല, റബീഉൽ അവ്വൽ 12 പ്രത്യേക ആഘോഷം പ്രിയമുള്ളവരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, സഹാബത്തൊന്നും. അതുകൊണ്ടാണ് നബിദിനാഘോഷം എന്നുള്ള ഏർപ്പാട് പ്രിയമുള്ളവരെ വന്നിട്ടുള്ള എപ്പോഴറിയോ? ഹിജ്റ 300 ശേഷം. എന്ന് വെച്ചാൽ സഹാബിമാർ ഇത് ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല, തബഉ താബികൾ ചെയ്തിട്ടില്ല. ഇവരാ ഉത്തമ നൂറ്റാണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമരായ ആളുകൾ എന്റെ സഹാബത്താണ്, പിന്നീട് അതിനുശേഷം വന്ന താബിഉകളാണ്, പിന്നീട് തബഉ താബിഉകളാണ്. ഈ 3 നൂറ്റാണ്ടിന്റെ ആളുകൾ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്വഹാബത്താരും നബിദിനാഘോഷം കഴിച്ചിട്ടില്ല. കണ്ടോ, അവരാരും കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ? അപ്പൊ പ്രവാചക സ്നേഹിയല്ലേ അവര്? ഇനി നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവര്, 4 ഇമാമുമാർ, 4 മദ്ഹബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇമാമുമാരുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് റംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവര് 4 ഇമാമുമാരും നബിദിനാഘോഷം കഴിച്ചിട്ടില്ല. എന്താ? ഇവർക്ക് പ്രവാചക സ്നേഹം ഇല്ലാത്തോണ്ട. പ്രവാചക സ്നേഹം അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. പക്ഷേ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി നബിദിനാഘോഷമല്ല. അങ്ങനെ ജന്മദിനാഘോഷം കഴിക്കുന്ന ഏർപ്പാട് തന്നെ ഇസ്ലാമിലില്ല. അത് സുഹൃത്തുക്കളെ മറ്റു മതങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ്. ആദ്യം നബിദിനാഘോഷം നടത്തിയവരാരാണ്? ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കളാണ്. ഷിയാക്കൾ അതിന്റെ ഒന്നാമത്തെ ആളുകളിൽ. പിന്നീട് അത് വിപുലമായി നടത്തിയതാണ് മുളഫർ രാജാവ്. ഹിജ്റ 600 ശേഷമാണ് അയാൾ ഇർബൽ ഭരിക്കുന്നത്. ഇതെങ്ങനെ ഇസ്ലാമാകുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ, ഇതെങ്ങനെ ഇസ്ലാമാകുന്നത് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബിദിനാഘോഷം കഴിച്ചിട്ടില്ല, സഹാബത്ത് കഴിച്ചിട്ടില്ല, താബികൾ കഴിച്ചിട്ടില്ല, തബഉ താബികൾ കഴിച്ചിട്ടില്ല, 4 ഇമാമുമാര് കഴിച്ചിട്ടില്ല. ഉത്തമ നൂറ്റാണ്ടിലുള്ള ആർക്കും പ്രിയമുള്ളവരെ ഈ നബിദിനാഘോഷം പരിചയമില്ല. ഇനി നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 30 വർഷക്കാലത്തോളം 4 ഖലീഫമാർ ഇസ്ലാമിക രാജ്യം ഭരിച്ചിട്ടുണ്ട്. 2.5 വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 10.5 വർഷം ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 12 വർഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 5 വർഷം അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാജ്യം ഭരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കാലത്ത് സക്കാത്ത് വാങ്ങാൻ പോലും അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. അത്രയും സാമ്പത്തികമായി ശേഷിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. സുഹൃത്തുക്കളെ, അവർക്ക് എന്താ ഒട്ടകം കിട്ടായിട്ടാ? അവിടെ ആടിനെ കിട്ടായിട്ടാ? അവർക്ക് റാലി വിളിക്ക് ആളില്ലായിട്ട? പ്രവാചക പത്നിമാർ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ജീവിച്ചിരുന്നിട്ടില്ലേ? അവരാരും നബിദിനാഘോഷം കഴിച്ചു. എന്തേ? പ്രവാചകനോട് ഇഷ്ടമില്ലാത്തോണ്ട.
ഇനി പ്രിയമുള്ളവർ, നമ്മൾ ആലോചിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിലും വർഷത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ നാടുകളില് ഈ നബിദിനാഘോഷം കഴിക്കുന്ന ആളുകളുടെ വീടുകളിൽ ഓതുന്ന സബീന കിതാബിലെ ഒരു മൗലൂദാണ് ബർസഞ്ചി മൗലൂദ്. അതിൽ കാണാം വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിഹാ വശഹരിഹാ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിലും ദിവസത്തിലും വർഷത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ മരിച്ചതിലോ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മാസമാണ് പ്രിയമുള്ളവർ റബീഉൽ അവ്വൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മാസാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ എല്ലാ പള്ളിയിലും കുത്തുബണ്ടല്ലോ. അറബി കുത്തുബ നടക്കുന്ന പള്ളികളിൽ പോലും കഴിഞ്ഞ ആഴ്ചത്തെ കുത്തുബ എന്താ അറിയോ? വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആഴ്ചത്തെ കുത്തുബ എന്താ അറിയോ? വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ആഴ്ചത്തെ പരലോകം, മടക്കം. എവിടെ നബിദിനാഘോഷം പറയണില്ല. ഇബ്നു നബാത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതൻ അയാളുടെ ജീവിതകാലത്ത് നിർവഹിച്ച ഖുത്ബകൾ അദ്ദേഹം ക്രോഡീകരിച്ച് അതാണ് നബാത്തി ഖുത്ബ എന്ന പറഞ്ഞ പേരിൽ അറബിയിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള മറ്റു പള്ളികളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ഈ ആഴ്ച ഇന്നത്തെ ഖുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. എന്നിട്ട് ആ ഖത്തീബ് ചോദിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ഒരു മാസത്തിലാണ് മനുഷ്യരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നത്. അറബിയിൽ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ഖുത്ബയിൽ ഉണ്ടാവും, ഖൗമിന് തിരിയാത്തോണ്ടാണ്. ഇന്നത്തെ ഖുത്ബയിൽ അതുണ്ടാകും. വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരികും ഹാദാ മിൻ റസൂലി റബ്ബിഹിൽ കിറാം അൽ മുവക്കിലീന ബിഖബ്ളി നുഫൂസിൽ അനാം. മനുഷ്യരുടെ റൂഹിനെ പിടിക്കുന്ന മരണത്തിന്റെ ദൂതന്മാരായ മലായിക്കത്തുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനെ പിടിക്കാൻ ഇതുപോലുള്ള ഒരു മാസത്തിലാണ് മനുഷ്യരെ കടന്നു വന്നത്. കണ്ടോ, അറബി ഖുത്ബയിൽ നിന്ന് ചോദിക്കണ ചോദ്യമാണ്. ഇതുപോലുള്ള ഒരു മാസത്തിലാണ് മനുഷ്യരെ. ഇനി നിങ്ങൾ ആലോചിച്ചു സുഹൃത്തുക്കളെ, നമ്മുടെ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ഒരു നേതാവ്, ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ മരണദിനം ഇത്രയും സന്തോഷകരമായി ആസ്വദിക്കാനും ആഘോഷിക്കാനും ഈമാനിന്റെ കണികയുള്ള ഏതെങ്കിലും ഒരു മുഅ്മിന് കഴിയുമോ പ്രിയമുള്ളവര്? അല്ലേ, നിങ്ങൾ ആലോചിച്ചു. നമ്മുടെ പ്രവാചകന്റെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് മരണദിനായി കൊണ്ടാടുന്നത്. വഫാത്തായ ദിവസം നോക്കിയിട്ട് ലഡു വിതരണം ചെയ്യാൻ മുട്ടിച്ചുരുട്ടി വായുവിലേക്ക് എറിഞ്ഞുകൊണ്ട് ഖുലൂ തക്ബീർ വിളിക്കാണ്. വാഹനങ്ങൾ അലങ്കരിക്കുക, വീട് അലങ്കരിക്കാണ്. ഷിയാക്കൾ നമ്മളെ കൊണ്ട്, മുസ്ലിം സമുദായെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകന്റെ മരണദിനം പായസം വിതരണം ചെയ്ത് ആഘോഷിക്കണമെങ്കിൽ ഈമാനിന്റെ ഒരു കണിക 7 അയലത്ത് പ്രിയമുള്ളവരെ എത്തിയിട്ടുണ്ടാവൂല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാ പള്ളി മെമ്പറുകളിലും ഇന്ന് ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അതേ പ്രിയമുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടോ, എന്നിട്ട് ആ ഖത്തീബ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അമാ തത്തഇലൂന ബിമസ്റഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിൽ മുത്തഖീൻ. കണ്ടോ, അമാ തത്തഇലൂന, നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ മനുഷ്യരെ? മുമ്പിലിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുക, അമാ തത്തഇലൂന ബിമസ്റഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ മുർസലീൻ വ ഇമാമിൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ ഇമാമായ, മുർസലുകളുടെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നെത്തിയ മരണത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? എല്ലാ കൊല്ലവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുമ്പിലിരിക്കണ കൗമ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കും. ഒരിക്കലും അറബി അറിയില്ലോ. എന്നിട്ട് വഫാത്ത് പറയാ, ജന്മദിനാഘോഷം നടത്തുക. അപ്പൊ സുഹൃത്തുക്കളെ, കുറച്ചൊക്കെ ഒരു മിനിമം കോമൺ സെൻസ്, മിനിമം ബുദ്ധിയും തലച്ചോറൊക്കെ ദീനി രംഗത്ത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ആരെങ്കിലും കാലിന്റെ തലയെക്കെട്ടുള്ളവന്റെ കാലിലോട്ട് കൊണ്ടുപോയി തല പണയം വെക്കരുത്. നമ്മൾ എന്താ ഈ പറയണമെന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ ഇന്ന് ഖുത്ബ നടത്തിയതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞാൽ നബിദിനം കഴിക്കാൻ ഒരു മുഅ്മിന് കഴിയില്ല.
ഇനി പ്രിയമുള്ളവരെ, ഷാഫി മദ്ഹബ് എന്താ പറയണത്? ജന്മദിനം കഴിക്കാൻ പറയണ്ടോ? ഇല്ല. ആ കിതാബ് എടുത്തു നോക്കിയാൽ കാണാം, ഏത് കിതാബ് എടുത്തു നോക്കിയാലും കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് ഒരു തെളിവും എവിടെയും കാണാൻ ഒരാൾക്കും കഴിയില്ല. എത്രയോ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഫാക്കിഹാനിയുടെ, ഇമാം മാലിക്കി മദ്ഹബുകാരനാണ്, അദ്ദേഹം പറയുന്നുണ്ട്, ലാ അഅലമു അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന, ഞാൻ കിതാബിലോ സുന്നത്തിലോ ഇങ്ങനെ മൗലൂദ് കഴിക്കാനുള്ള ഒരു തെളിവ്, ഒരു അസ്ലും അടിസ്ഥാനം ഞാൻ കാണുന്നില്ല. കണ്ടോ? അങ്ങനെ ഓരോ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ജന്മദിനം കഴിക്കാൻ പാടില്ല. നമ്മളെ കുട്ടികളെ കഴിക്കാൻ പറ്റുമോ? അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര്, അല്ലേ? അതൊക്കെ പ്രത്യേകം വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടും, ബർത്ത്ഡേ കൊണ്ടാടല്ലേ. സുഹൃത്തുക്കൾ, അതൊക്കെ ക്രൈസ്തവ മതത്തിൽ നിന്ന് വന്നാണ്. ഇസ്ലാമിൽ എന്ത് ബർത്ത്ഡേ? ഇസ്ലാമിൽ എന്ത് ബർത്ത്ഡേ ഉള്ള? ഒന്നുമില്ല. മരണദിനം കൊണ്ടാടല്, ചരമദിനം കൊണ്ടാടൽ, ഇതൊന്നും ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഇസ്ലാമിലുള്ളതെന്തോ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതേ ചെയ്യാവൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുക്കുന്ന ഒരു നന്മയും ഞാൻ വിട്ടുപോയിട്ടില്ല, എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മളായിട്ട് പുതിയതായി നന്മ ഉണ്ടാക്കുമൊന്നും വേണ്ട, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കിത് തോന്നുകയാണ്, എന്താപ്പോ ഒരു നിസ്കാരല്ലേ, ഒരു നോമ്പല്ലേ, ഒരു നന്മല്ലേ, അങ്ങനെ ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദമില്ല. ഇപ്പൊ നമ്മള് ഫർള് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച 27 ഇരട്ടി പുണ്യുണ്ട്, അല്ലേ? പള്ളിയിൽ വന്നിട്ട് ഫർള് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച 27 ഇരട്ടി പുണ്യുണ്ട്. നമ്മുടെ റവാത്തിബ് സുന്നത്ത്, ഫർള് നിസ്കാരത്തിന് മുമ്പ് ശേഷമൊക്കെ നിസ്കാരം ഉണ്ടല്ലോ, നമുക്ക് തോന്നുകയാണ് ഏതായാലും 27 ഇരട്ടി ജമാഅത്തിന് പുണ്യുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുക. പറ്റുമോ? പറ്റൂല. എന്താ പറ്റാത്തത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തോണ്ടാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചെയ്യാൻ പാടില്ല. എന്നാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങള് റവാത്തിബ് സുന്നത്തൊന്നും ജമാഅത്തായി നിസ്കരിക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചില ആൾക്കാർ നബി ദിനം കഴിക്കരുതേ എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞതെന്തോ അതാ ചെയ്യേണ്ടത്, ഇസ്ലാം പഠിപ്പിച്ചെന്തോ അത് ചെയ്യാം. അങ്ങനെയാണ് കുറെ ചോദ്യം ചോദിക്കാം നമുക്ക്, അല്ലേ? നമ്മള് പെരുന്നാളിന് ബാങ്ക് കൊടുക്കലുണ്ടാ? എല്ലാ നിസ്കാരത്തിനും ബാങ്ക് കൊടുക്കലുണ്ട്, അല്ലേ? സമയം അറിയിക്കാം. എന്നാ പെരുന്നാളിന് ബാങ്ക് കൊടുക്കുമോ? കൊടുക്കൂല. എന്നാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ പെരുന്നാളിന് ബാങ്ക് കൊടുക്കരുതേന്ന്. അത് പറയേണ്ട ആവശ്യമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ എന്താ? പെരുന്നാളിന് ബാങ്ക് കൊടുക്കില്ല, കൊടുക്കാതിരിക്കലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിധം നൊണ്ടിന്യായങ്ങൾ കൊണ്ടൊന്നും ദീനിൽ ഇല്ലാത്തൊരു കാര്യം പ്രമാണമായി കൊണ്ടുവരാൾക്കും കഴിയില്ല, ഒരായത്തും അതിന് തെളിവില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ഹിജ്റ 300 ശേഷം വന്നത് ഇസ്ലാമിലെ മതമായി ആചരിക്കാനും അനുഷ്ഠിക്കാനും പ്രിയമുള്ളവരെ നമുക്ക് അനുവാദമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരീഅത്ത് അല്ലാഹ് നിശ്ചയിക്കണാണ്. നമുക്ക് തോന്നിയതൊക്കെ പാടെ ശരീഅത്തായി നിശ്ചയിക്കാൻ അനുവാദമല്ല. ശാരി അള്ളയാണ് മതത്തിന്റെ ഓരോ കാര്യം നിശ്ചയിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ദീനിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അള്ളാന്റെ വഹയി കിട്ടിയിട്ടാ പറഞ്ഞത്. അള്ളാന്റെ വഹയി കിട്ടിയിട്ടാണ്. അറിയോ, ഉമർ റളിയല്ലാഹു അൻഹു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു മഖാം ഇബ്രാഹിമിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ. കഅബ പുനർനിർമ്മിക്കുമ്പോ ഇബ്രാഹിം നബി നിന്ന സ്ഥലമാണ് ഈ മഖാം. നമ്മുടെ നാട്ടിൽ കുറെ മഖാമുണ്ട്, അത് മരിച്ചത് കെട്ടിപ്പൊക്കിയതാണ്, അല്ലേ? ആ മക്കാമല്ല, ഇത് ഇബ്രാഹിം നബി നിന്ന സ്ഥലം. ആ കല്ല് വെക്കാൻ വേണ്ടി കയറി നിന്ന സ്ഥലം, അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആഗ്രഹം ഉമർ റളിയല്ലാഹു അൻഹു നേരെ വന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ലേ, പ്രവാചകൻ പറഞ്ഞു ഒന്നായിക്കോട്ടെ ഉമർ റളിയല്ലാഹുവിനോട് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. മറിച്ച് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ എന്ന ആയത്തിറങ്ങി. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന സ്ഥലം മുസല്ലയായി സ്വീകരിച്ചോളൂ എന്ന് അള്ളാന്റെ വഹയി വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുന്നത് നിസ്കരിച്ചോളാന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തം പ്രകാരം ദീനിന്റെ ഒരു കാര്യം പറയാൻ അനുവാദം കൊടുത്തിട്ടില്ല. അതാണ് സൂറത്തുൽ ഹാഖയിൽ കാണാം, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. ഞാൻ വഹയി നൽകാത്ത ഒരു കാര്യം നബിയെ അവരുടെ നേരങ്ങൾ മതായിട്ട് പറഞ്ഞു കൊടുത്താല് വലത് കൈ കൊണ്ട് ജീവനാടി പിടിച്ച് കൊന്നുകളയുന്ന നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചോളൂ. സൂറത്തുൽ ഹാഖയിൽ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാന്റെ വഹയി കിട്ടാതൊന്നും പറയാൻ അനുവാദമില്ല. എന്നിട്ടാണ് നമ്മളെ സമൂഹത്തിലുള്ള ചില ആൾക്കാർ അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുതേ എന്ന് പറയാത്തൊക്കെ ചെയ്യാം.
ആരുണ്ടാക്കി തന്ന അസ്ലാദ്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രവാചക സ്നേഹിയാവുക, യഥാർത്ഥ പ്രവാചക സ്നേഹിയാവുക. അതാ നമ്മൾ ചെയ്യേണ്ടത്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അതാണ് സ്വീകരിക്കുക. എന്തവിടുന്ന് വിരോധിക്കുക, ഒഴിവാക്കാൻ പറഞ്ഞു അതാണ് ഒഴിവാക്കുക. അതാണ് പ്രവാചക സ്നേഹം. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين ما بعد. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമെന്ന പേരിൽ നമ്മുടെ നാടുകളിൽ പ്രവാചക സ്നേഹം ആഘോഷമായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥമുണ്ട്, ഫിഖ്ഹിന്റെ ഗ്രന്ഥം. അതിന്റെ ഹാഷിയ വിശദീകരണമാണ് ഇആനത്തു ത്വാലിബീൻ, സയ്യിദ് ബക്കരിയുടെ ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥം. ഷാഫി മദ്ഹബിലെ ഗ്രന്ഥമാണ്. അതിൽ കാണാം, അദ്ദേഹം രേഖപ്പെടുത്താണ്, സഖാവി ഖാല സഖാവി അന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. സഖാവി പറഞ്ഞിട്ടുണ്ട്, മൗലൂദ് എന്നുള്ള ജന്മദിനാഘോഷം കഴിക്കുന്ന ഏർപ്പാട് ഹദസ പുതിയതായിട്ടുണ്ടായതാണ് ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി മദ്ഹബാണ് അധികം ആളുകളുള്ളത്. ഇബ്നു ഹജർ അസ്കലാനിയുടെ അഭിപ്രായമായി കൊണ്ട് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്നു ഹജർ അസ്കലാനി ഷാഫി മദ്ഹബുകാരനാണ്. അദ്ദേഹത്തെ അസ്ലു അമലുൽ മൗലിദി ബിദ്അ, മൗലൂദ് കഴിക്കേണ്ട അടിസ്ഥാനം ബിദ്അത്താണ്. സുന്നത്താന്ന് പറഞ്ഞൊരു മനുഷ്യൻ ലോകത്തില്ല, അത് ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദി മിന സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, മുൻഗാമികളായ 3 നൂറ്റാണ്ടിലുള്ള ആളുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നതല്ല ഈ ജന്മദിനാഘോഷം കഴിക്കുക എന്നുള്ള ഏർപ്പാട്. അങ്ങനെ എത്രയേ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിന് മദ്ഹബിന്റെ പിന്തുണല്ല, വിശുദ്ധ ഖുർആന്റെ പിന്തുണല്ല, പ്രവാചകചര്യയുടെ പിന്തുണല്ല. ഇതിനാകെ പിന്തുണ ഉള്ളത് ഷിയാക്കളുടെ ഏർപ്പാടാണ് ഈ നബിദിനാഘോഷം കഴിക്കുക. ഇനി ആലോചിച്ച് നോക്കിയാൽ മതി, ആരാണ് ഷിയാക്കൾ ആരാ? നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി. ഇസ്ലാമിന്റെ പുറത്തുള്ളൊരു ജനതയാണ്, സമൂഹമാണ് ഈ ഷിയാക്കൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിലുള്ളത് എന്തോ അത് നമ്മൾ ചെയ്യാം. ഇതാണ് ബോധ്യപ്പെട്ടാൽ ചില മനുഷ്യന്മാരുണ്ട്, എന്താ ഇപ്പൊ അന്നാണ് ഒരു റാലി വിളിക്കുക, ഒന്നങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടാത്ത, എന്നാലൊരു പായസം കുടിക്കാൻ പറ്റാത്ത ചില മനുഷ്യന്മാരുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെട്ടാലുണ്ട്. സുഹൃത്തുക്കളെ, ബിദ്അത്തിനോട് ഒരു നിലക്കുള്ള ഒരു പിന്തുണ ഒരു മുഅ്മിന് നൽകാൻ കഴിയില്ല, പറ്റൂല. ബിദ്അത്ത് എന്ന് പറഞ്ഞ ഗൗരവാണത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹൗദുൽ കൗസർ കുടിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നൽകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടുന്ന വിഭാഗമാണ് ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ. അവരുടെ സങ്കേതം പരലോകത്ത് നരകാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അതിന്റെ ആളുകളാകാൻ പാടില്ല. ഖുർആൻ പറയുന്നത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ബോധ്യപ്പെട്ടതിന് ശേഷം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇസ്ലാം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, ഹിദായത്തിന്റെ മാർഗ്ഗം ഇതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആരാണോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിര് നിൽക്കുന്നത്, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, അൽ മുഅ്മിനുകളായ അഥവാ സഹാബത്ത്, അതാണ് അൽ മുഅ്മിൻ, ആ സഹാബത്തിന്റേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ, കണ്ടോ സഹാബത്തിന്റെ രീതി എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ സമിഅനാ വഅതഅന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. ആ നിലപാടല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവനെ നാം തിരിഞ്ഞിടത്തേക്ക് തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലിട്ട് കൊണ്ട് എരിച്ചു കളയും. വസാഅത് മസീറാ, എത്ര മോശമായ മടക്ക സ്ഥലമാണത്. അല്ലാഹു ചോദിക്കുക, കാര്യം ബോധ്യപ്പെട്ട സുഹൃത്തുക്കളെ, ആ കാര്യം അതിലാണ് നിലനിൽക്കാൻ കഴിയണം. ഇതാ ഇസ്ലാം പഠിപ്പിച്ചത്, അതിലാണ് നിൽക്കാൻ കഴിയണം. അതാണ് ഒരു മുഅ്മിനിന്റെ രീതി. അല്ലെങ്കിൽ തിരിഞ്ഞെടുത്തൊക്കെ അല്ലാഹു തിരിച്ചു കളയുന്നതാണ്, അവസാനം നരകത്തിലിട്ട് എരിച്ചു കളയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീന് പഠിക്കുക. മരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. നമുക്കൊക്കെ ഒരു അവധി ഉണ്ട്. ആ അവധിയുടെ ഒരു സെക്കൻഡിന് അംശം പോലെ മുന്നോട്ട് പോകില്ല.
ഇതൊരു ചെറിയ കാലഘട്ടമാണ്. ഇതിനേക്കാൾ വലിയ കാലഘട്ടം ഇനി വരാനുള്ളത്. ആ ഓർമ്മ നമുക്കുണ്ടാകണം. നമുക്ക് നമ്മുടെ വാശിക്കും നമ്മുടെ താല്പര്യത്തിനൊക്കെ ഒരു സമയപ്പെടുള്ളൂ, മരണം വരെ. അതിൻ്റെ അപ്പുറം അള്ളാഹ് നിശ്ചയിക്കുന്ന രൂപത്തിലാണ് പോകുന്നത് നമ്മൾ. ഇവിടെ ഇഖ്തിയാറിന്റെ ലോകം, തെരഞ്ഞെടുക്കുക. അതാ ഇസ്ലാം പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ആവശ്യമുള്ളവന് വിശ്വസിക്കുക, അല്ലാത്തവന് തള്ളിക്കള. അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ മരണം വരെ മരിക്കണ പോലെ നമ്മളെ അനിഷ്ടം നോക്കിയിട്ടല്ല. അതിന്റെ അപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം. ആ നിലക്ക് പരലോക ചിന്ത പച്ചയായി നിലനിൽക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടങ്ങളിൽ ഇടപാടുകളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.